അഴിമതിക്കാരായ നേതാക്കൾ എന്ന പേരിൽ ആം ആദ്മി പുറത്തിറക്കിയ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട്. നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, അനുരാഗ് താക്കൂർ അടക്കമുള്ള 11 നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയിലാണ് രാഹുൽ ഗാന്ധി, സന്ദീപ് ദീക്ഷിത്, അജയ് മാക്കൻ എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പോസ്റ്ററിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. ഉടൻ തന്നെ കെജ്രിവാൾ ഇന്ത്യ സഖ്യം വിടണമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കെജ്രിവാളിന് ധൈര്യമുണ്ടെങ്കിൽ ഉടൻ ഇന്ത്യ സഖ്യം വിടുകയാണെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് അൽക ലാംബ പറഞ്ഞത്. 100 എംപിമാരുമായി കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ 7 സീറ്റുകളും ബിജെപിക്ക് കൊടുത്തയാളാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ യാചിച്ചയാളാണ് കെജ്രിവാൾ. ഡൽഹിയിൽ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ് ചെയ്ത വലിയ തെറ്റായി പോയി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി. മുതിർന്ന നേതാവ് ജയറാം രമേശും ആം ആദ്മിക്കെതിരെ രംഗത്ത് വന്നു. ബിജെപിയും ആം ആദ്മിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ബിജെപിക്കും ആം ആദ്മിക്കുമെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. ബിജെപിയുടെ ബി ടീമാണ് ആം ആദ്മി. അവർ തമ്മിൽ ബന്ധമുണ്ട്. ആരാണ് അണ്ണാ ഹസാരെ മൂവ്മെന്റിന് തുടക്കമിട്ടത്? എവിടെ നിന്നാണ് അവർക്ക് പ്രോത്സാഹനം ലഭിച്ചത്? ഇതിനെല്ലാം പിന്നിൽ RSS ആയിരുന്നുവെന്ന് ജയറാം രമേശ് പറഞ്ഞു. ഡൽഹി കോൺഗ്രസിലും ആം ആദ്മിയിലുമുണ്ടായ ആഭ്യന്തര തർക്കങ്ങളാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യത്തിൽ വിള്ളൽ വരാൻ കാരണമായത്. ആം ആദ്മിയുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയത് തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിരുന്നു. അതേസമയം കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കേരളത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. ഇത്തവണ എന്ത് വില കൊടുത്തും ഡൽഹിയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സംഭൂജിരായിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ AAP ആണ് കോൺഗ്രസ് നിരന്തരം ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച സീലംപൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധി തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നു. AAP കവർന്നെടുത്ത വോട്ട് ബാങ്ക് തിരിച്ചുപിടിച്ചാൽ മാത്രമേ ഡൽഹിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂവെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇത്തരമൊരു തന്ത്രം പുറത്തെടുത്തതെന്ന് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. തുടർച്ചയായ പരാജയം നേരിട്ടതോടെ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക്, സംഘടനാ പ്രവർത്തനങ്ങളിലെ പോരായ്മ, വിഭാഗീയത തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളും കോൺഗ്രസും നേരിടുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സീറ്റിലും ശക്തമായ മത്സരം നടത്താനുള്ള സംഘടനാ ശേഷിയും ആൾബലമോ കോൺഗ്രസിനില്ല. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയ 20 മുതൽ 25 വരെയുള്ള സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടു പോകുന്നത്.